ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഒത്തിരി പേരെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനും. അപ്പോൾ ഈ ഒരു ഹാപ്പി മൊമെൻറ്റിൽ ഞാനൊരു സിമ്പിളായിട്ടുള്ള എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ നിങ്ങൾക്കായിട്ടാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. എനിക്ക് ബൗളിലോട്ട് ആഡ് ചെയ്യാം. 1/4 ഗ്ലാസ് കൊക്കോ പൗഡർ, 3/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. ഈ ഡ്രൈ മിക്സ് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇതിലേക്ക് ഒരു 4 ഡ്രോപ്പ് വെനില എസൻസ്, സൺഫ്ലവർ ഓയിൽ, 1 ഗ്ലാസ് പാല്. ബാറ്റർ കുറച്ച് തിക്കാണ്, അത് കാരണം ഞാനിനി ഒരു 1/4 to 1/2 ഗ്ലാസ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് ചൂടുവെള്ളം കൂടി ചേർക്കാം. പാലിന് പകരം എക്സ്ട്രാ വേണമെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. അതിനുള്ളിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം, നമ്മളിപ്പോൾ അവനിലല്ലല്ലോ ഉണ്ടാക്കുന്നത്, പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു അലുമിനിയം പാത്രത്തിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, കേക്ക് ഉള്ളിൽ വെക്കാൻ പോകുന്നത്. അപ്പം കേക്കിന്റെ പാത്രം ഉള്ളിൽ വെക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു വളയം വെക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് പ്രീ ഹീറ്റ് ആയിട്ട് നമുക്ക് കേക്ക് എടുത്ത് ഇതിലോട്ട് വെക്കാം. അപ്പൊ ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഞാൻ കേക്കിന്റെ ഇത് മിക്സ് ഇങ്ങോട്ട് മാറ്റാൻ പോകുന്നത്, കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലോ ബട്ടറോ എന്ത് വേണേലും ഒഴിക്കാം, 2-3 ഡ്രോപ്പ്. എന്നിട്ട് ഇതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബട്ടർ പേപ്പർ വെക്കാം, ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതിൽ വെക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഇതിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിക്കാം. ലൈറ്റായിട്ടൊന്ന് തട്ടി കൊടുക്കുക, ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാനായിട്ട്. ഇത് നല്ലോണം പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇത് എടുക്കാം. എന്നിട്ട് ഇതിലോട്ട് മെല്ലെ വെക്കാം. ഇതിപ്പോ നമുക്ക് അടയ്ക്കാം. ഇപ്പൊ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റ്സ് വെക്കാം. എന്നിട്ട് നോക്കാം. ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചാൽ വേഗം കരിഞ്ഞു പോകും. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഒരു 30 to 35 മിനിറ്റ്സ്. അപ്പൊ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്യാണ്, കേക്ക് ഒന്ന് ചെക്ക് ചെയ്യാണ്. നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇവിടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ മുകളിൽ ഒഴിക്കാനായിട്ട് നമുക്ക് ഒരു ഡാർക്ക് ചോക്ലേറ്റിന്റെ ഒരു ക്രീം റെഡിയാക്കാം. അപ്പൊ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാട്ടോ, കേക്കിന്റെ മേളിലോട്ട് ഒഴിക്കാനായിട്ട്. അതിലേക്ക് പാൽ ഒഴിക്കാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് 150 ഗ്രാം ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ചോക്ലേറ്റ് സിറപ്പ് നമ്മൾ ഇതിൽ കേക്കിന്റെ മണ്ടയ്ക്കോട്ട് ഒഴിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ചോക്ലേറ്റ് സ്പ്രെഡ് നല്ലോണം, ചോക്ലേറ്റിന്റെ ആ സിറപ്പ് നമ്മൾ ഉണ്ടാക്കിയില്ല, അപ്പൊ അത് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു അലങ്കാരത്തിന് വേണമെങ്കിൽ ഈ ഇതിടാം, സ്പ്രിങ്ക്ലേഴ്സ് ഇടാം. ഇല്ലെങ്കിൽ നമുക്ക് ജെംസ് ഇല്ലേ അതിടാം. ഇല്ലെങ്കിൽ നിറയെ ഡെക്കറേഷന് നിറയെ കേക്ക് ഷോപ്പിലൊക്കെ, നോർമൽ ഷോപ്പിലും കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഏത് വേണമെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോ ഈ സ്പ്രിങ്ക്ലേഴ്സ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കേക്ക് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇത് നല്ലോണം തണുത്ത് ഗട്ടിയാവുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്.
മേളിൽ ചോക്ലേറ്റ് നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒത്തിരി നേരം ഒന്നും വെക്കാൻ നിന്നില്ല, എന്താ വെച്ചാൽ പിള്ളേരുടെ ബഹളം കാരണം. ഇനിയും കുറച്ചുകൂടി നേരം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് എടുക്കാം. പക്ഷെ ഇതുണ്ടോ, അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ വായിലിട്ടാൽ തന്നെ അങ്ങനെ മെൽറ്റായി പോകുന്ന ഒരു സ്റ്റേജായത്. അപ്പൊ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ക്ലാസ്സിനും പോകേണ്ട ആവശ്യമില്ല, ഒത്തിരി സിമ്പിൾ അല്ലായിരുന്നോ? അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഇടുക. കീപ് സപ്പോർട്ടിങ് മീ. ഇനി കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.